ഇതാണ് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്ത് കൊടുക്കുന്ന ഡൈനാമയാണ്. അപ്പോൾ ഇത് ബാറ്ററിയുടെ വാണിംഗ് ലാമ്പ് മീറ്ററിൽ കത്തി വന്നിട്ട് അപ്പോൾ ഇതെന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്കൊന്ന് പീസാക്കി നോക്കാം. എന്താ സംഭവം നമ്മൾ പീസാക്കുന്നത്? റെഗുലേറ്റർ. ഈ റെഗുലേറ്റർ എന്തൊക്കെ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്? വാണിംഗ് ലൈറ്റ്, ചാർജിങ്, അതായത് ബാറ്ററി ചാർജ് ആവത്തില്ല, അതുപോലെ തന്നെ വാണിംഗ് മീറ്ററെ കത്തി വരും അല്ലേ? ഈ റെഗുലേറ്റർ എന്ന് പറഞ്ഞ ഐറ്റം ഏതാ? ഇത് ഓക്കെ. അപ്പോൾ അതിൻ്റെ താഴെ കാണുന്നത് കോയില. ഈ സ്ലിപ്പറിങ് അതിനെ തേയ്മാനമാണോ? തേയ്മാനമുണ്ടോ? അപ്പോൾ ബാറ്ററിയുടെ വാണിംഗ് ലൈറ്റ് കത്തി വന്നിരിക്കുന്നത് ഈ കാണുന്ന സ്ലിപ്പറിങ് തേയ്മാനം വന്നതിൻ്റെ പേരിലാണ്. ഒരു പാർട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ, അതായത് ബ്രഷ് കോൺടാക്റ്റ് വരുന്നത് ഈ സ്ലിപ്പറിങ്ങിലാണ്. അപ്പോൾ ഇതിനകത്ത് കോൺടാക്റ്റ് കറക്റ്റായിട്ട് കിട്ടാതെ വന്നു കഴിഞ്ഞാലും മീറ്ററിൽ വാണിംഗ് ലൈറ്റ് കത്തി വരും. ഈ വയറിങ് ഊരി കഴിഞ്ഞാലേ ഇത് തന്നെയായിട്ട് പീസാക്കി എടുക്കാൻ പറ്റുമോ? ഈ സ്ലിപ്പറിങ് ഈ രണ്ട് സോൾഡറിങ് അല്ലേ? രണ്ട് സ്കൂട്ടർ വെച്ച് ചിലപ്പോൾ വരും, ഇല്ലെങ്കിൽ നമ്മൾ വെട്ടിയും വെച്ച് വെട്ടിയെടുക്കണം. അത് പിന്നീട് തിരിച്ച് വരുമ്പോൾ ഇവിടെ സോൾഡർ ചെയ്യണ്ടേ? പിന്നെ നമ്മൾ സോൾഡിങ് കഴിഞ്ഞാൽ പിന്നെ പുതിയത് കയറ്റുമ്പോൾ നമുക്ക് സോൾഡർ ചെയ്തിട്ട് വീണ്ടും